ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഋഷികേശിലത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങളിന്ന് ത്രിവേണി ഘട്ട് കാണാനാണ് ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ നിന്നും രാവിലെ 6 മണി 6:30 ആകുമ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ ഇറങ്ങി. ആ മുമ്പിൽ കാണുന്നത് സ്വാമി ശിവാനന്ദ സെൻറ്റിനറി മെമ്മോറിയൽ ആർച്ചാണ്. അത് ഗംഗാവാട്ടിക്കയിലുള്ള ഋഷികേശിലെ ഒരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കാണ്. നമ്മളിപ്പോൾ ക്രോസ് ചെയ്തത് സ്വാമി ശിവാനന്ദ സെൻറ്റിനറി മെമ്മോറിയൽ ആർച്ച്. അപ്പോൾ അതിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരാശ്രമമാണ്. ഋഷികേശിൽ എന്ന് പറയുക ഇങ്ങനത്തെ ആശ്രമങ്ങളുണ്ട് യോഗ പരിശീലിപ്പിക്കാനും പ്രാർത്ഥനകൾക്കൊക്കെ ആയിട്ട്. അതിനുവേണ്ടി കൂടിയും ഇവിടെ നിറയെ ഡിവോട്ടീസും ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ത്രിവേണി ഘട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ത്രിവേണി ഘട്ടിൻ്റെ പരിസരത്തെത്തി. ഈ കാണുന്ന ഒരു വലിയ കവാടമാണ് നമ്മളെ ത്രിവേണി ഘട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഋഷികേശിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടാണ് ത്രിവേണി ഘട്ട്. ഗംഗ, യമുന, സരസ്വതി ഇങ്ങനെ 3 നദികളുടെയും സംഗമസ്ഥാനമായാണ് ഈ ത്രിവേണി ഘട്ട് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് ത്രിവേണി ഘട്ട് എന്നറിയപ്പെടുന്നത്. 3 നദികളുടെ സംഗമസ്ഥാനം. ഈ 3 നദികളുടെ സംഗമസ്ഥാനം ആയതുകൊണ്ട് തന്നെ ഇവിടെ കുളിക്കുന്നത് നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയുന്നും വളരെ വിശേഷമാണെന്നുമാണ് ഭക്തർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് എത്തുന്നത് ഗംഗാ സ്നാനം ചെയ്യാനും അതുപോലെ പിതൃകർമ്മങ്ങൾ ചെയ്യാനുമാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഋഷികേശിൽ ഏറ്റവും പ്രശസ്തമായ ഗംഗാ ആരതി നടക്കുന്ന ആരതി ഘട്ട് ഇവിടെ ത്രിവേണി ഘട്ടിലാണ്. നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ ഇപ്പോൾ ഗംഗയുടെ സൈഡിലായിട്ട് ഗംഗാജലം ശേഖരിക്കാനുള്ള പാത്രങ്ങളും ഗംഗയിൽ ആരതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂക്കളും വിളക്കും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹനീനെ കൊണ്ട് അത് ഗംഗാ ആരതി ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്ച്വലി ഞങ്ങൾക്ക് ഹരിദ്വാറിൽ അത് ചെയ്യാൻ പറ്റിയില്ല, തിരക്ക് കാരണം. ഗംഗാരതിയുടെ സമയത്താണല്ലോ ഞങ്ങൾ ഹരിദ്വാറിൽ ഹർ കി പൗഡിയിൽ പോയത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഗംഗാരതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു താലം വാങ്ങിച്ചു. അപ്പോൾ അതിലൊരു നാരങ്ങയുടെ തൊലിയിൽ ഉണ്ടാക്കിയ ഒരു വിളക്കും ചന്ദനത്തിരിയും കുറച്ച് പൂക്കളുമാണ് ഉള്ളത്. അപ്പോൾ ഇലയും കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിലാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളത് ഗംഗാ തീരത്ത് പോയിട്ട് അതിനകത്തുള്ള വിളക്കും ചന്ദനത്തിരിയും കത്തിച്ചിട്ട് ഗംഗാമാതേനെ പ്രാർത്ഥിച്ചിട്ട് ഗംഗാ നദിയിൽ ഒഴുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളങ്ങനെ വിളക്ക് കത്തിച്ചു. അതിനുശേഷം ചന്ദനത്തിരിയും കത്തിച്ചു. അപ്പോൾ കത്തിക്കാനുള്ള തീപ്പെട്ടിയൊക്കെ നമ്മളത് വാങ്ങിച്ച സ്ഥലത്തു നിന്ന് അവർ തന്നെ തരും കേട്ടോ. ഞങ്ങൾ വിളക്കും ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് ആ പൂവ് ഗംഗാനദിയിൽ ഒഴുക്കാൻ വേണ്ടി പോവാണേ. ഞങ്ങൾ അതൊക്കെ ഗംഗയിൽ ഒഴുക്കിയ ശേഷം തിരിച്ച് കയറുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാ ഗംഗാഘട്ടിലും ഉള്ളതാണ് ശിവൻ്റെ പ്രതിമ, ഒരു നന്ദിയുണ്ട്. ഇപ്പോൾ ഇവിടെ 2 ശിവൻ്റെ പ്രതിമ കാണാം. അപ്പോൾ ആൾക്കാർ അതിനകത്ത് ഗംഗയിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൂക്കളൊക്കെ അർച്ചിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 2 കുട്ടികൾ വന്നിട്ട് അതിനകത്ത് എന്താ അന്വേഷിക്കുന്നത് വെച്ചാൽ ആൾക്കാർ കാണിക്കിട്ട് പോയ പൈസ ആണ് കുട്ടികൾ അതിനകത്തുനിന്ന് നോക്കിയെടുക്കുന്നത്. അങ്ങനെ ഒരു വശവും കൂടി ഋഷികേശിനുണ്ട് ആക്ച്വലി. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ തിരിച്ച് ഗംഗാ ആരതി നടക്കുന്ന ആരതി ഘട്ടിലേക്ക് പോകണം. അപ്പോൾ അവിടെ പോലീസുകാരൻ വടിയും കൊണ്ട് നടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഗംഗയിൽ കുളിക്കാൻ മാത്രമേ പെർമിഷനുള്ളൂ. തുണി കഴുകുന്നതും സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നതൊന്നും ഗംഗയിൽ അനുവദനീയമല്ല. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ വടിയെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗംഗാദേവിയുടെ പ്രതിമയാണ്. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി എല്ലാ ഗംഗാഘട്ടിലും ഗംഗാദേവിയുടെ ഒരു പ്രതിമയോ അല്ലെങ്കിൽ ഒരു അമ്പലമോ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ആരതി പ്ലേസ് പ്രമാസസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി നടക്കുന്ന സ്ഥലത്താണ് ഗംഗാ ആരതി നടക്കുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് കൃഷ്ണൻ്റെയും അർജുനൻ്റെയും ഒരു പ്രതിമ കാണാം. അതായത് കൃഷ്ണൻ തേരാളിയായിട്ട് അർജുൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഇരിക്കുന്ന പ്രതിമയാണ് അവിടെ കാണുന്നത്. ഞങ്ങളങ്ങനെ ഗംഗാരതി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പോൾ ഇത് ആരതിയുടെ സമയമല്ല, അത് ആക്ച്വലി വൈകിട്ടാണ്. അപ്പോൾ സമ്മറിൽ വൈകിട്ട് 6:30 മുതൽ 7:30 വരെയും വിൻ്ററിൽ വൈകിട്ട് 5:30 മുതൽ 6:30 വരെയുമാണ് ത്രിവേണി ഘട്ടിൽ ആരതി സമയം. ഇപ്പോൾ ആരതിയൊന്നും നടക്കില്ല, പക്ഷേ ആൾക്കാർ അവിടെ കുളിക്കുകയും പൂജ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പൂജാരിനെ ഹയർ ചെയ്തിട്ട് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഗംഗാപൂജ നടത്തുകയൊക്കെ ചെയ്യാം. അങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഗംഗ അതിൻ്റെ
സർവ്വശക്തിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ത്രിവേണിഘട്ടിൽ വന്ന് കാണാൻ സാധിക്കുക. ഹിമാലയത്തിലെ ഗംഗോത്രി ഗ്ലേസിയർ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണല്ലോ ഗംഗ. 2525 കിലോമീറ്ററാണ് ഗംഗാ നദിയുടെ ആകെയുള്ള നീളം. ത്രിവേണിഘട്ടിൽ നിന്ന് തിരിച്ചു കയറുമ്പോൾ ഇടതുഭാഗത്ത് യോഗനഗരി ഋഷികേശ് എന്നുള്ള ഒരു ബാനർ കാണാം. ഋഷികേശ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ യോഗനഗരിയായിട്ടാണല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നല്ല വാഷ്റൂമും പബ്ലിക് ടോയ്ലറ്റൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹനുമാൻ മന്ദിറും അതേപോലെ തന്നെ ഗൗരി ശങ്കര മന്ദിറും കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയും കൂടി തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഈ ത്രിവേണിഘട്ടിലെ കാഴ്ചകളോടുകൂടി ഞങ്ങൾ ഋഷികേശിനോട് വിട പറയുവാണ്. അടുത്തായിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത് മസൂറിയിലാണ്. മസൂറിയിലേക്ക് പോകുന്ന വഴിക്ക് ഡെറാഡൂണിലെ സഹസ്രധാര വാട്ടർഫാൾസ് കാണുമെന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. ഇത് ഞങ്ങൾ ഡെറാഡൂണിലേക്കുള്ള മെയിൻ ഹൈവേയിൽ കയറി. ഇവിടെ ചന്ദ്രഭാഗ നദിക്ക് കുറുകെയുള്ള പാലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗംഗയുടെ ഒരു പോഷക നദിയാണ് ചന്ദ്രഭാഗ. പക്ഷേ ഈ ഭാഗത്തൊന്നും കൂടുതൽ വെള്ളമൊന്നുമില്ല. നദി ഉണങ്ങി ഏതാണ്ട് വരണ്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. യോഗനഗരി ഋഷികേശ് ആഗമൻ പർ ആപ്ക ധന്യവാദ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അവിടത്തോടുകൂടി ഋഷികേശ് അവസാനിക്കുകയാണ്. ഇവിടുന്ന് ഡെറാഡൂൺ ആരംഭിക്കുകയാണ്. 50 കിലോമീറ്ററാണ് ത്രിവേണിഘട്ടിൽ നിന്ന് സഹസ്രധാര വാട്ടർഫാൾസിലേക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ത്രിവേണിഘട്ടം, അതായത് ഋഷികേശിൽ നിന്ന് ഡെറാഡൂണിലേക്കുള്ള റോഡ് തന്നെ വളരെ സീനിക്കായ ഒരു കാഴ്ചയാണ്. അപ്പോൾ കൂടുതൽ ഡെറാഡൂണിലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് നന്ദി. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.